വരാൻ പോകുന്ന ഇലക്ഷനിലും അങ്ങനെ തന്നെ, അതിന്റെ മുമ്പ് നടന്ന ഇലക്ഷനിലും അങ്ങനെ തന്നെ. എങ്ങനെ വോട്ട് ചെയ്താൽ തൗഹീദിനെതിരാ? ഖുർആനും സുന്നത്തും അനുസരിച്ച് പാർലമെന്റിൽ നിയമം കൊണ്ടുവരാൻ ഇക്കാലം വരെ ഒരു MP MLA ഇവിടുന്ന് പോയിട്ടില്ല. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു മെമ്പറും അങ്ങനെ പോണില്ല. അങ്ങനെ ആരെങ്കിലും നിയത്ത് വെച്ചുകണെങ്കിൽ ഓല ചികിത്സിക്കേണ്ടത് കുതിരവട്ടത്ത. അങ്ങനെ ഒരു സാഹചര്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, മതത്തെ അധികാരത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന രൂപം. എന്നാൽ അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു ആശയത്തിന്റെ പേരിലാണ് എന്തൊക്കെ നിഷേധാത്മകമായ നിലപാട് ജമാഅത്ത് ഉണ്ടാക്കി. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്നും സാമൂഹ്യ മുഖ്യധാരയിൽ നിന്ന് പുറത്താണ്. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും സച്ചാർ സമിതി റിപ്പോർട്ടൊക്കെ സമുദായം മറക്കാൻ തുടങ്ങി. അവിടെയൊക്കെ പറയുന്നത് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന. അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദിയുടെയും പന്തിരിപ്പൻ പ്രചോദനങ്ങൾ എത്രയാണ് കണ്ടോ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഭരണഘടന പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് മെമ്പർഷിപ്പ് ജമാഅത്തെ ഇസ്ലാമിയിൽ കിട്ടാൻ എന്തു ചെയ്യണം എന്ന് പറയുന്ന ഭരണഘടന. ആ ഭരണഘടനയിൽ പറയുന്നത് 6ാമത്തെ നിയമം, ഗണ്ണിക 8, 6ാമത്തെ നിയമം, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക. ഇപ്പറഞ്ഞത് ജമാഅത്തിന്റെ മലയാള, നമുക്കും മനസ്സിലാണോ പോലത്ത് പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പറെങ്ങാനും ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരാൻ തീരുമാനിച്ചാൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഒരട്ടം ചൊല്ലിയാ പോരാ. കാരണം അയാൾ വോട്ട് ചെയ്തൊക്കെ മാത്രല്ല ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുക കൂടി ചെയ്തു. ഏതായാലും ആ മെമ്പർ ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരുമ്പോ എന്തു ചെയ്യണം? നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് വേണം ജമാഅത്തിൽ മെമ്പറാകാനെന്ന ഭരണഘടന പറയും, അന്നത്തെ ഭരണഘടന. ഇപ്പൊ ജമാഅത്തുകാരെ പരിപാടി കണ്ടാൽ മനസ്സിലാകുന്നത് ഒരാൾക്ക് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെങ്കിലും ആകണം എന്നുള്ളടത്ത് തലകുത്തനെയായി. ഇത് ദീനാണോ സഹോദരന്മാരെ? ഞങ്ങൾക്കൊരു കാര്യം പറയാം. ഇവിടെ കരുണാകരനും ആന്റണിയും രാഷ്ട്രീയം കൊണ്ടെടുക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും E.T. മുഹമ്മദ് ബഷീറും രാഷ്ട്രീയം കൊണ്ടെടുക്കുന്നുണ്ട്. അച്യുതാനന്ദനും പിണറായി വിജയനും രാഷ്ട്രീയം കൊണ്ടെടുക്കുന്നുണ്ട്. മതത്തെ വെറുതെ വിട്ട് അവരാരും മതത്തെയല്ല കൈകാര്യം ചെയ്യുന്നത് എന്നതുപോലെ മതത്തെ വെറുതെ വിട്ടിട്ട് രാഷ്ട്രീയം പറഞ്ഞോളൂ. ആരിഫ് അലിയും സിദ്ദീഖ് ഹസനും കോഴിക്കോട് ഇറാ സെന്ററിൽ നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിച്ചോട്ടെ. അത് ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട് സമുദായത്തോട് മാപ്പ് ചോദിച്ചിട്ടാകണമെന്ന് മാത്രം. മതത്തെ വെറുതെ വിടണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മേപ്പാടത്തൊക്കെ തപ്പിയാ കിട്ടും ചിലപ്പോ. എന്തേ? പഴയകാല ജമാഅത്ത് തറവാട്ടിലെ താടിയും മുടിയും നരച്ച കാരമനോട് ചെന്നിട്ട് ചോദിച്ചു നോക്ക്, എത്ര വരെയാ സ്കൂളിൽ പഠിച്ചത്? 10 വരെ. എവിടെ കാരണമാണ് നിങ്ങൾ SSLC ബുക്ക് എന്ന് ചോദിച്ചാൽ അയാൾ ദയനീയമായി മുഖത്ത് നോക്കി പറയും, അത് ഞാൻ SSLC പരീക്ഷ എഴുതി ബുക്കുമായി വരുമ്പോ ബാപ്പണ്ടായിരുന്നു ഉമ്മരപ്പടിയില്, മൂപ്പര് വാങ്ങി അടുപ്പിലിട്ടതാണ്. എന്താ കാരണം? ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്റെ മകനാ SSLC ബുക്ക് കൊടുത്തു വല്ല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ തൂപ്പുകാരന്റെ പണിയെങ്കിലും വാങ്ങിയ മാപ്പിളയാതിന്ന് പുറത്തു പോകൂലേ? അതുകൊണ്ട് ബാപ്പ കണ്ണിമ്പിയാണ്ട് മകൻ കാഫിറാകരുത് വിചാരിച്ച് SSLC ബുക്ക് അടുപ്പിലിട്ടതാണ്. അല്ലേ? ഇത് രാജ്യത്ത് നടന്ന സംഭവങ്ങളല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ എടുത്ത തീരുമാനം? ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജമാഅത്തിന്റെ തൗഹീദ് എങ്ങനെയായിരുന്നു? 1960 ജനുവരി 15 പ്രബോധനമാണ് എന്റെ കയ്യിൽ. വളരെ കൃത്യമാണ്. എന്റെ കയ്യിൽ ഇത് ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കും, ഞാൻ ഈ നാട്ടുകാരനാണ്. എന്താണ് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നയം? എന്താണ് ആ നയം? അടുത്ത ഫെബ്രുവരി 1 കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. ഇതു സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി ബോധപൂർവം സ്വീകരിച്ചിട്ടുള്ള വിട്ടുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും. ഓല മലയാളം അങ്ങനെയൊക്കെയുണ്ട്. എങ്കിലും ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്ത് അംഗങ്ങളോ അതിന്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള മറ്റു ബന്ധുക്കളോ പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ഇലക്ഷനിൽ ഒഴിഞ്ഞു നിൽക്കണം. 1960 ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദാണ്. എന്നാൽ 1961 പ്രബോധനം, ആ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. കള്ള് നിരോധിക്കാൻ തീരുമാനിച്ച നാട്ടിലെ എക്സൈസ് വകുപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷൻ അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തിനായ ഇലക്ഷൻ കമ്മിറ്റി എന്നറിയില്ല.
ഏതായാലും പ്രബോധനത്തിൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസ്താവന എന്താണ്? നിലവിലുള്ള ഭരണ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് ചില പ്രത്യേക നിബന്ധനകളോട് കൂടിയല്ലാതെ അനുവദനീയമല്ല. 1961 പ്രബോധനത്തിൽ ഒരു ജമാഅത്തുകാരന് വോട്ട് ചെയ്യല്, മത്സരിക്കലല്ല, വോട്ട് ചെയ്യൽ സ്വീകാര്യോഗ്യമാകണമെങ്കിൽ 3 ഷർത്തുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നിസ്കരിക്കാൻ ഒന്നും ആവശ്യമായതുപോലെ ആവശ്യമുള്ള സംഗതി. എന്താണ് ആ ഷർത്തുകൾ? 1, പൊതുജനാഭിപ്രായം ഏതെങ്കിലും ഒരു വ്യവസ്ഥക്ക് അനുകൂലമാകുന്നത് മാത്രം മതി ഫലത്തിൽ ആ വ്യവസ്ഥ സ്ഥാപിതമാകുവാൻ എന്ന നില നാട്ടിൽ വന്നു കഴിയുക. 2, നമ്മുടെ പ്രബോധന പ്രചരണങ്ങളാൽ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷത്തെ നമ്മുടെ അഭിപ്രായഗതിക്കാരാക്കി കഴിഞ്ഞിരിക്കുകയും അനിസ്ലാമിക വ്യവസ്ഥയെ മാറ്റി ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കുവാൻ നാട്ടിൽ പൊതുവായ ആവശ്യം സംജാതമാവുകയും ചെയ്യുക. സോളിഡാരിറ്റിക്കാരാ, 1961 പ്രബോധനത്തിന്റെ പച്ചമലയാളമാണ് ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യണമെങ്കിൽ പോലും ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദുള്ളവനാകണമെങ്കിൽ എന്ത് വേണം? അവൻ മത്സരിക്കുന്ന നാട്ടിലെ ജനങ്ങളൊക്കെ ഓന്റെ കൂടെ നിൽക്കണം. അങ്ങനെ നിന്നിട്ടുണ്ടോ? ഒളിയത്തെറിച്ചിന്റെ പൊതി കൊണ്ടോണ കണക്കും നോക്കിയാണ്ട് വോട്ടിന്റെ പെട്ടിയിൽ എണ്ണാൻ നിന്നാലേ അത് വെറുതെ ആകുന്നു മനസ്സിലാക്കണേ നല്ലതാ. ഓലിയത്തെറിച്ച് ആൺകുട്ടികൾ കൊണ്ടുപോകും, വോട്ട് മര്യാദയ്ക്ക് കുത്തും ചെയ്യും. അത് മനസ്സിലാക്കണേ നല്ലതാ. ഓലിയത്തെറിച്ചിന്റെ പൊതിയും ഫിത്രായിരിന്റെ പൊതിയും കണ്ടുകാണ്ട് വോട്ടെണ്ണരുതേ, അത് മറ്റൊരു സംഗതിയാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു രാജ്യത്ത് മത്സരിക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം ജമാഅത്തുകാരന്റെ പ്രബോധനത്തിന് വിധേയപ്പെട്ട് ജമാഅത്തുകാരന്റെ മതം സ്വീകരിച്ചവരാകണം. പിന്നെയോ അവിടെ ഇസ്ലാമികമായ വ്യവസ്ഥിതി നടപ്പാക്കണം. ആ വ്യവസ്ഥിതി നടപ്പാക്കാനേ ഇലക്ഷനിൽ മത്സരിക്കാനും വോട്ട് ചെയ്യാനും പാടുള്ളൂ. എന്നങ്ങൾ തുറന്നു പറയും. പന്തലിങ്ങലോ മേപ്പാടത്തോ അങ്ങനെ ജമാഅത്തുകാർ നിൽക്കണ ഏതെങ്കിലും ഒരു വാർഡിൽ ഉദാഹരണം പറയണം. ആ വാർഡിൽ ജമാഅത്തുകാരൻ മത്സരിക്കുന്നത് അവിടെ ഉമറുൽ ഖത്താബിന്റെ ഭരണം നടപ്പിലാക്കാനാന്ന് പച്ചമലയാളത്തിൽ പറയും. എന്നാ ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് തരാം. അല്ലാതെ കഞ്ഞിയല്ല ചോറും അല്ല ചൊറിഞ്ഞി എന്ന് പറയുന്ന മലയാളമായിട്ട് ജനങ്ങളെ മുമ്പിക്ക് വരരുത്. തുറന്നു പറഞ്ഞോളി, ഞങ്ങളെങ്ങാനും ആ വാർഡിൽ ജയിച്ചാൽ ഞാൻ പഞ്ചായത്തിലെ മെമ്പറായ എന്റെ നാട്ടിൽ എന്തായാലും കട്ടോന്റെ കൈവെട്ടുന്നുള്ളത് തുറന്നു പറഞ്ഞോളി. അതിനെന്തിനാ നിങ്ങൾ മടിക്കുന്നത്? ഇടന്ന അജണ്ട മതത്തിന്റെ പേരിൽ ആവശ്യമില്ല. രാഷ്ട്രീയം നിങ്ങൾക്ക് വേറെ കൊണ്ടടക്കാം, അല്ലെങ്കിൽ മതം കൊണ്ടടക്കാം. കാക്ക നടത്തം പഠിച്ച മാതിരിയാകരുത്. പഴമക്കാര് പറയുന്നത് പോലെ കാക്ക ചാടി നടക്കുന്നു. പുതിയ നടത്തത്തിന്റെ റിഹേഴ്സൽ നോക്കി പരാജയപ്പെടുകയും അപ്പോഴേക്ക് പഴയ നടത്തം മറക്കും ചെയ്തു. ജമാഅത്ത് ഇപ്പൊ അവിടെയാണ്. പഴയത് മറന്നു, പുതിയത് പഠിച്ചതുമില്ല. ഇപ്പൊ ചൊറിഞ്ഞി എന്ന ശൈലിയിലാണ്. നിങ്ങൾ നോക്ക്, 3ാമത്തെ തീരുമാനം, തെരഞ്ഞെടുപ്പ് അനിസ്ലാമിക ഭരണഘടനയ്ക്ക് കീഴിലാവരുതേ. പ്രത്യുത നാട്ടിന്റെ ഭാവി വ്യവസ്ഥ ഏതു ഭരണഘടനയിൽ അധിഷ്ഠിതമാവണം എന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമാക്കിയായിരിക്കണം. അഥവാ ഗ്രാമപഞ്ചായത്തുക്ക് മത്സരിക്കുകയാണെങ്കിൽ, നിയമസഭയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ആ മത്സരിക്കുന്ന സമയത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേശപ്പുറത്തുള്ള നിയമാവലി ഏതാകണം? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിയമാവലിയാകാൻ പാടില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിലപാടനുസരിച്ചുള്ളതാകണം. എന്നാൽ ജമാഅത്ത് അങ്ങനെ വല്ല ഉറപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് പറയണം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. തുറന്നു പറയൂ നിങ്ങൾ ജനങ്ങളോട്, എന്നിട്ട് വോട്ട് ചെയ്യാൻ പറയൂ. അപ്പം നമുക്ക് ആലോചിക്കാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മാത്രം ലോകം തിരിഞ്ഞവരും ബാക്കി എല്ലാവരും പൊട്ടന്മാരോ എന്നുള്ള നിങ്ങളെ പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തെ മലയാളികൾക്കൊക്കെ മനസ്സിലാകുന്നുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി, പിന്നെ സോളിഡാരിറ്റി, പിന്നെ ടൈലർ ഷാപ്പ് എന്ന് പുതിയൊരു കുപ്പായം തുന്നിച്ച് പുതിയൊരു കോലം കെട്ടിയാല് മുസ്ലിങ്ങൾ ഇതൊക്കെ മറക്കും. താങ്കൾ മനസ്സിലാക്കിയത്. അപ്പോ വളരെ കൃത്യമായ വിശ്വാസവും നിലപാടും മുസ്ലിങ്ങൾക്കുണ്ട് എന്നീ 1961 കഴിഞ്ഞു. 1963 പ്രബോധനം പറയുന്നത് എന്താണ്? ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന് 1000 ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ. അതായത് ഇബ്ലീസിന് നമ്മൾ ഒറ്റവാക്കിൽ ഒരു ലയനത്തെ ചെല്ലലുള്ളൂ. ജമാഅത്തുകാരൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒറ്റവാക്കിൽ 1000 ശാപ, 1000 ലയനത്താ ചെല്ല. അങ്ങനെ 1000 ലയനത്തെ നമ്മൾ ചൊല്ലുന്നുള്ളൂ. 1963 തൗഹീദ. ഇനി നിങ്ങൾ നോക്ക്, 1985 ഡിസംബറിൽ രാഷ്ട്രീയ പാർട്ടികളും ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും എന്ന പേരിൽ
പ്രബോധനത്തിൽ വന്ന ലേഖനം. ആ ലേഖനത്തിൽ ഭരണഘടനയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശക്തമായി നിഷ്കർഷിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനക്കും അംഗീകാരം നൽകാവതല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, അത് ജനവികസനമാവട്ടെ, ജനകീയ വികസനമാവട്ടെ, സോളിഡാരിറ്റി ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഇനി ഏത് പേര് വെച്ചാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകണമെങ്കിൽ കുറച്ച് ഷർത്ത് പറയാം. ആ ഷർത്തിൽ പറയുന്ന ബി എന്താണ്? അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക. രാഷ്ട്രത്തിന്റെ വരുമാനത്തിൽ ഒരു വീതം ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി നീക്കിവെക്കുക. എന്നാൽ അങ്ങനെ ഒരു പിടിച്ചെടുത്ത ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്ന് അധികാരത്തിന്റെ പേരിൽ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം മാപ്പളാര ശൈലിയല്ല, ഇസ്ലാമിന്റെ ശൈലിയല്ല. ഒരാൾ അല്ലാഹുവിന് പള്ളി നിർമ്മിക്കുമ്പോൾ പോലും മറ്റൊരുത്തന്റെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് പള്ളി നിർമ്മിച്ചാൽ ഇസ്ലാമിന് അത് സ്വീകാര്യമല്ല എന്നാണ് മുസ്ലിങ്ങളുടെ നിലപാട്. എന്നാൽ 1985 രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക തന്നെ വേണം. ഇനിയും നിങ്ങൾ നോക്ക്, 1989 പ്രബോധനമാണ്. ആ പ്രബോധനത്തിൽ പറയുന്നത് വിസ്മരിക്കപ്പെട്ട ശിർക്ക് എന്നാണ്, മറന്നുപോയ ശിർക്ക്. എന്നാൽ അക്കൂട്ടത്തിൽ സയ്യിദ് മൗദൂദി മറ്റൊരു കാര്യം കൂടി ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രാധാന്യമുള്ള തൗഹീദുമായി നേരിട്ട് തന്നെ ബന്ധമുള്ളതും എന്നാൽ മുസ്ലിം ലോകം പ്രയോഗത്തിൽ അവഗണിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്തു കളഞ്ഞതുമായ ഒരു പ്രശ്നമാണ്. അതായത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വശം. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിന് മാത്രമാണ്, വിധികർത്തൃത്വം അവന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ അധികാരവും അവകാശവും സ്വതന്ത്രമായി മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. ഇതാണ് ആ പ്രശ്നം. മൗദൂദി പരിഹരിക്കാൻ വന്ന പ്രശ്നം എന്താണ്? ഇവിടെ മുസ്ലിമായി ജനിക്കുവാനും മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും ഈ രാജ്യം അനുഭവിച്ചു തരുന്ന മഹത്തായ സ്വാതന്ത്ര്യം ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക പ്രബോധനത്തിന് അനുഭവിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യവായു യുഎഇയിലോ സൗദിയിലോ ഒരു പൊതുസമൂഹത്തിൽ ചെന്നിങ്ങനെ മൈക്ക് കെട്ടി ഇസ്ലാം പറയാൻ അധികാരമില്ല. ആ മഹത്തായ സ്വാതന്ത്ര്യം നമ്മുടെ മണ്ണ് നമുക്ക് വകവെച്ച് നൽകുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം നമുക്ക് അവകാശപ്പെട്ടതായി തരികയാണ്. സൗദി അറേബ്യയിലോ അതുപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച പള്ളി മിമ്പറയിൽ ഒരു ഖത്തീബിന് ഖുത്ബയോദണമെങ്കിൽ ഔക്കാഫിൽ നിന്ന് ഭരണകൂടങ്ങൾ നൽകുന്ന ചീട്ട് നോക്കിയിട്ടേ പാടുള്ളൂ എന്നതാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെയുണ്ടോ? കണ്ണുപോയാലേ കണ്ണിന്റെ വിലയറിയുകയുള്ളൂ. ജമാഅത്തേർക്ക് അതൊന്നും പോരാ. എന്ത് വേണം? മൗദൂദി തന്നെ രാജ്യത്തിന്റെ ശ്രീകോവിലിൽ വിന്യസിക്കപ്പെടുന്ന ഒരു നല്ല സാഹചര്യം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എതിരൊന്നുമില്ല, നടക്കണമെന്ന് മാത്രം. എന്നിട്ട് വളരെ രസകരമായ ഒരു തമാശ കേട്ടോളൂ. ആരതാ തമാശ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ബുക്കേതാ തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്ത് പ്രസിദ്ധീകരിച്ചതാരാ? IPH. ആ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുകയാണ്, എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. എങ്ങനെ? അച്യുതാനന്ദനും പിണറായി, മേക്കെ ആന്റണി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി ഒക്കെ പാടെ യോഗം കൂടി നമ്മൾ എങ്ങനെ 5 കൊല്ലം മാറി മാറി വരിച്ചാലും റോട്ടിലെ കൊണ്ട് തീരുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു 5 കൊല്ലം ഇറാ സെന്ററിൽ ഈ കടലാസൊക്കെ കൊണ്ടേ കൊടുക്കാന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ ഇറാ സെന്റർ ഒന്നായി ചക്രം വെച്ച് തിരുവനന്തപുരത്ത് കൊണ്ടാനും തീരുമാനിച്ചു. അപ്പൊ കാരക്കുന്ന് പറയാ, ഞങ്ങൾ ആ വൈക്കേ പോകൂല. ഏത് ജമാഅത്തെ ഇസ്ലാമി? ഇങ്ങനെ ഉണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്കാരാ? തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തല്ല, അത് ശരിധരിക്കപ്പെട്ട ജമാഅത്ത. നിലവിലുള്ള ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ഒരു ഭരണം നടത്താൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും അതിന് ഞങ്ങൾ തയ്യാറാവൂലെന്ന. ഇതേതുപോലെ നിങ്ങള് മുന്തിരിക്ക് ചാടി കിട്ടാതെ മടങ്ങുന്ന കുറുക്കൻ പറഞ്ഞ കൗശല അത് പൊളിക്കുമെന്നേ. അതിനപ്പുറത്ത് ഇതിന് രാശിയല്ല. അതാണ് അതിന്റെ വസ്തുത. പച്ചമലയാളത്തിൽ എഴുതിയതാ. ഇനിയോ ഇങ്ങനെ 1980കളിൽ 90കളുടെ ആദ്യ പകുതികളിൽ ജമാഅത്തെ ഇസ്ലാമി നിലവിലുള്ള ഭരണവ്യവസ്ഥയ്ക്കെതിരെ നിലകൊണ്ടു. സ്വാഭാവികമായും നിലവിലുള്ള ഭരണത്തെ എതിർക്കുമ്പോൾ ഒരു സമൂഹത്തെ നിലനിർത്താൻ പുതിയ ഭരണം ആവശ്യമാണ്. ആ പുതിയ ഭരണം നിലനിർത്താൻ ഒരിക്കലും ജനാധിപത്യം ജമാഅത്തുകാർക്ക് സ്വീകാര്യമല്ല. അതിനെന്തു വേണം? അതിന് പിന്നെ വേണ്ടത് നിയമം കയ്യിലെടുക്കുക എന്നതാണ്. നിയമം കയ്യിലെടുക്കുക എന്നതാണ്. അതുതന്നെ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചു. നിയമം കയ്യിലെടുക്കാൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു.
അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം തൊട്ടു തന്നെ നിഗൂഢമായ നാൾവഴികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ കാണാം. ഏതൊരു തീവ്രവാദ പ്രസ്ഥാനത്തിനും ഉണ്ടാകുന്ന ഹിഡൻ അജണ്ടകൾ, ഇരട്ടമുഖങ്ങൾ, അതുപോലെ നിഗൂഢതകൾ ജമാഅത്തെ ഇസ്ലാമിയിലും കാണാം. അത് രൂപീകരിച്ച സ്ഥലം